ഈ വീഡിയോയിൽ നമ്മൾ എൻഫേസ് ഇൻസ്റ്റാളർ പോർട്ടലിനെ കുറിച്ച് പഠിക്കും. enlighten.enphasenergy.com സന്ദർശിക്കുക. നിങ്ങളുടെ ലോഗിൻ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ എല്ലാ എൻഫേസ് സിസ്റ്റത്തിന്റെയും സ്റ്റാറ്റസ് പരിശോധിക്കാൻ കഴിയുന്ന ഡാഷ്ബോർഡാണിത്. സിസ്റ്റംസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ സിസ്റ്റങ്ങളുടെയും പേര് കാണാം. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സിസ്റ്റത്തിന്റെ പേര് ക്ലിക്ക് ചെയ്യുക. ഇതാണ് സിസ്റ്റത്തിന്റെ ഒരു അവലോകനം. ഇവിടെ നിങ്ങൾക്ക് നിലവിലെ ദിവസത്തെ സൗരോർജ്ജ ഉൽപാദനവും ഗാർഹിക ഉപഭോഗവും കഴിഞ്ഞ 7 ദിവസവും മുഴുവൻ മാസത്തെയും ആജീവനാന്ത ഊർജ ഉൽപാദനവും ഗാർഹിക ഉപഭോഗവും കാണാൻ കഴിയും. ഇത് നിലവിലെ ദിവസത്തെ സോളാർ PV മോഡ്യൂൾ തിരിച്ചുള്ള ഊർജ ഉൽപാദനമാണ്. ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് നിങ്ങൾക്ക് നിലവിലുള്ളതും പഴയതുമായ ഊർജവും പവർ ഡേറ്റയും കാണാൻ കഴിയും. മോഡ്യൂൾ തിരിച്ചുള്ള ഡേറ്റയ്ക്കായി മോഡ്യൂളിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഗ്രാഫ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ദിവസം തിരിച്ചുള്ള ഡേറ്റ സൂം ഇൻ ചെയ്യാം. വ്യക്തിഗത PV മോഡ്യൂളിനും മൈക്രോ ഇൻവെർട്ടറിനുമുള്ള ശരാശരി യഥാർത്ഥ പവർ, DC വോൾട്ടേജ്, DC കറന്റ്, AC വോൾട്ടേജ്, AC കറന്റ്, മൈക്രോ ഇൻവെർട്ടർ താപനില എന്നിവ നിങ്ങൾക്ക് കാണാൻ കഴിയും. റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ തിരഞ്ഞെടുത്ത തീയതികളിലെ ഇൻവെർട്ടർ പ്രൊഡക്ഷൻ ഡേറ്റ നിങ്ങൾക്ക് കാണാനും ഡൗൺലോഡ് ചെയ്യാനും കഴിയും. മൈക്രോ ഇൻവെർട്ടറിന്റെ പ്രവർത്തന സമയത്ത് സംഭവിച്ച നിലവിലുള്ളതോ പഴയതോ ആയ തെറ്റുകളോ ഇവന്റ്സ് ടാബിൽ കാണിക്കും. ഗ്രാഫ് ഓപ്ഷന് കീഴിലുള്ള പൂർണ്ണ സിസ്റ്റത്തിലേക്ക് മടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഘട്ടം തിരിച്ചുള്ള ഉൽപാദന ഉപഭോഗ ഡേറ്റ കാണാൻ കഴിയും. ഘട്ടം തിരിച്ചുള്ള ഡേറ്റയ്ക്കായി ഉൽപാദന ഉപഭോഗ ഘട്ടങ്ങളിൽ നിങ്ങൾ CT ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. റിപ്പോർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പ്ലാന്റ് എനർജി ജനറേഷൻ റിപ്പോർട്ടുകൾ ആക്സസ് ചെയ്യാൻ കഴിയും. ഉപകരണങ്ങൾക്ക് കീഴിൽ നിങ്ങളുടെ എല്ലാ എൻഫേസ് ഉപകരണങ്ങളുടെയും സ്റ്റാറ്റസ് പരിശോധിക്കാൻ കഴിയും. നോർമൽ എന്നാൽ എല്ലാ ഉപകരണങ്ങളും റിപ്പോർട്ട് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ നിന്ന് പുതിയതോ മാറ്റി സ്ഥാപിച്ചതോ ആയ മൈക്രോ ഇൻവെർട്ടറുകൾ ചേർക്കാനോ സജ്ജമാക്കാനോ കഴിയും. ഗേറ്റ്വേ സീരിയൽ നമ്പറിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾ IQ ഗേറ്റ്വേ സെറ്റിംഗ് പേജിൽ എത്തും. ഇവിടെ നിങ്ങൾക്ക് പുതിയ ഉപകരണങ്ങൾക്കായി സ്കാൻ ചെയ്യാനും കഴിയും. പവർ പ്രൊഡക്ഷൻ അകലെ നിന്ന് തന്നെ പ്രവർത്തനരഹിതനാക്കാനും പ്രവർത്തിപ്പിക്കാനും കഴിയും. എൻഫേസ് ഇന്റഗ്രേറ്റഡ് പ്രൊഡക്ഷൻ മീറ്ററിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾ പ്രൊഡക്ഷൻ CT സെറ്റിംഗ് പേജിൽ എത്തും. ഇവിടെ നിങ്ങൾക്ക് CT പ്രവർത്തനക്ഷമമാക്കാനോ പ്രവർത്തനരഹിതമാക്കാനോ കഴിയും. അല്ലെങ്കിൽ പോളാരിറ്റി മാറ്റാൻ കഴിയും. എൻഫേസ് ഇന്റഗ്രേറ്റഡ് കൺസംഷൻ മീറ്ററിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഉപഭോഗ CT സെറ്റിംഗ് പേജിൽ എത്തും. ഇവിടെ നിങ്ങൾക്ക് CTയുടെ ഉചിതമായ സ്ഥാനം തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ പോളാരിറ്റി മാറ്റാൻ കഴിയും. ഇതുവഴി നിങ്ങൾക്ക് CT പ്രവർത്തനക്ഷമമാക്കാനോ പ്രവർത്തനരഹിതമാക്കാനോ കഴിയും. സോളാർ പ്ലാന്റിന്റെ പ്രവർത്തന സമയത്ത് സംഭവിച്ച നിലവിലുള്ളതോ പഴയതോ ആയ ഏതെങ്കിലും തെറ്റുകൾ ഇവന്റ്സ് ടാബ് നിങ്ങളെ കാണിക്കും. പ്ലാന്റ് ജനറേഷന്റെ ലൈഫ് സ്റ്റേറ്റസും ഗൃഹോപയോഗത്തിന്റെ ലൈഫ് സ്റ്റേറ്റസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്കിത് ഘട്ടം തിരിച്ചും പരിശോധിക്കാം. ചുരുക്കത്തിൽ സമ്മറി ടാബ് നിങ്ങൾക്ക് പ്ലാന്റ് എനർജി ഗ്രാഫും പാരിസ്ഥിതിക നേട്ടങ്ങളും കാണിച്ചു തരും. സെറ്റിംഗ് ടാബിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പ്ലാന്റ് ക്രമീകരണങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് ഗ്രിഡ് പ്രൊഫൈൽ 0 എക്സ്പോർട്ടിൽ നിന്ന് നോർമലിലേക്കും നോർമലിൽ നിന്ന് 0 എക്സ്പോർട്ടിലേക്കും മാറ്റാം. സൈറ്റ് അനുസരിച്ച് ആരേ എഡിറ്റ് ചെയ്യാനും കഴിയും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഗേറ്റ്വേ അല്ലെങ്കിൽ മൈക്രോ ഇൻവെർട്ടറുകൾ മാറ്റി സ്ഥാപിക്കാനും കഴിയും. കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ സപ്പോർട്ട് ടീമുമായി 1800 309 3765 ബന്ധപ്പെടുക.